നമസ്കാരം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു വിവാദ കൊടുങ്കാറ്റയ്ക്ക് അടിക്കുകയാണ്. ഇത്തവണയും വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു മറ്റാരുമല്ല, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയും തെന്നിന്ത്യൻ പ്രിയ നടി തൃഷ കൃഷ്ണനുമാണ്. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തി തമിഴ്നാടിന്റെ ഭരണം പിടിച്ചെടുത്ത വിജയെ രാഷ്ട്രീയമായി പൂട്ടാൻ പ്രതിപക്ഷം വീണ്ടും നടി തൃഷയെ ഒരു കരുവാക്കി മാറ്റുന്നുവെന്ന വാർത്തകളാണ് ചെന്നൈയിൽ നിന്ന് പുറത്തുവരുന്നത്. വിശദമായ വാർത്ത ഇങ്ങനെയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തെയും ലക്ഷ്യമിട്ട പ്രതിപക്ഷ പാർട്ടികൾ നടി തൃഷയെ നിരന്തര വ്യക്തിഹത്യ നടത്തുന്നുവെന്ന ആക്ഷേപമൊക്കെ ശക്തമാവുന്നു. ഏറ്റവും ഒടുവിൽ തൃശയെ വീണ്ടും കടുത്ത രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത് പ്രതിപക്ഷമായ AIADMK നേതാവാണ്. മുതിർന്ന AIADMK നേതാവും മുൻ മന്ത്രിയുമായ RB ഉദയകുമാറാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. കഴിഞ്ഞ 8-ാം തീയതി തൂത്തുക്കുടിയിൽ വെച്ച് നടന്ന പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം. വിജയുടെ പ്രിയപ്പെട്ട തൃശയെ എപ്പോഴാണ് തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയായി നിയമിക്കുന്നത് എന്നറിയാൻ തമിഴകമൊന്നടക്കം കാത്തിരിക്കുകയാണെന്നായിരുന്നു ഉദയകുമാറിന്റെ വിവാദ പ്രസ്താവന. കാവേരി ജലവിഷയത്തിൽ മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാരിന്റെ പരാജയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിവരിക്കുന്നതിനിടയിലാണ് AIADMK നേതാവ് ഇത്തരമൊരു വ്യക്തിപരമായ അധിക്ഷേപം തൃശയ്ക്കെതിരെ നടത്തിയത്. കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റി നിർദ്ദേശിച്ച അളവിലുള്ള വെള്ളം കർണാടകത്തിൽ നിന്ന് വാങ്ങി തമിഴ്നാട്ടിലെ കർഷകർക്ക് ലഭ്യമാക്കുന്നതിൽ വിജയ് സർക്കാർ പൂർണ്ണ പരാജയമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്നാൽ കേവലം കാവേരി വിഷയം മാത്രമല്ല ഈ പരിഹാസത്തിന് പിന്നിൽ. സിനിമാ രംഗത്തുള്ളവർക്ക് ഭരണത്തിൽ വിജയ് സർക്കാർ ഉയർന്ന പദവികൾ നൽകുന്നുവെന്ന ആക്ഷേപവും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. അർച്ചന കൽപ്പാത്തെ തമിഴ്നാട് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ്സ് വകുപ്പിന്റെ 7-അംഗ സംസ്ഥാനതല കമ്മിറ്റിയിൽ അംഗമായി വിജയ് സർക്കാർ നിയമിച്ചത്. ഇതിനെ വിമർശിക്കുന്നതിനിടയിലാണ് അടുത്തതായി തൃശയ്ക്ക് ഉപമുഖ്യമന്ത്രി പദവി കൊടുക്കുമോ എന്ന രീതിയിൽ ഉദയകുമാർ സംസാരിച്ചത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയെ തളർത്താൻ തൃശയെ കരുവാക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമില്ല. ദിവസങ്ങൾക്ക് മുൻപാണ് ഭരണപക്ഷമായ DMKയുടെ യുവ നേതാവ് ഉദയനിധി സ്റ്റാലിനും സമാനമായ രീതിയിൽ വലിയൊരു വിവാദമൊക്കെ സൃഷ്ടിച്ചത്. DMKയുടെ ഒരു രാഷ്ട്രീയ റാലിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ സദസ്സിൽ നിന്നും ഉയർന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടിയായി ഉദയനിധി സ്റ്റാലിൻ തൃശയെയും വിജയം ലക്ഷ്യമിട്ട് കടുത്ത രീതിയിലുള്ള ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തി. ഇത് തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ കോളിളക്കമാണ് ഉണ്ടാക്കിയത്. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും മുൻനിര നടിയെയും പരസ്യമായി അധിക്ഷേപിച്ചതിനെതിരെ വലിയ ജനരോഷം ഉയർന്നു. തുടർന്നുണ്ടായ പരാതികളുടെയും പ്രതിഷേധങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഉദയനിധി സ്റ്റാലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഭരണകക്ഷിയിലെ ഒരു പ്രമുഖ നേതാവ് അറസ്റ്റിലായി ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷമായ AIADMK ഇതേ തന്ത്രവുമായി രംഗത്തിറങ്ങിയെന്നത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ മര്യാദകളെ കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. ഇത്തരം പ്രസ്താവനകൾക്കെതിരെ തൃശയുടെ ആരാധക സംഘടനകൾ ശക്തമായ പ്രതിഷേധമായി തെരുവിലിറങ്ങുന്നുണ്ട്. തൃശ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മധുരൈ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ RB ഉദയകുമാറിനെതിരെ കടുത്ത ഭാഷയിലുള്ള പോസ്റ്ററുകൾ പതിച്ചാണ് ആരാധകർ തങ്ങളുടെ രോഷം പ്രകടിപ്പിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട നടിയെ രാഷ്ട്രീയ ചെളിവാരി എറിയലിലേക്ക് വലിച്ചിഴക്കരുതെന്ന് ആരാധകർ മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ വിവാദങ്ങളൊക്കെ കത്തുവാൻ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മുഖ്യമന്ത്രി വിജയുടെ ഭാര്യ സംഗീത സോണലിംഗം ചെങ്കൽപ്പെട്ട് ഫാമിലി കോടതി വിവാഹമോചനത്തിനായി ഹർജി നൽകിയത്. വിജയ്ക്ക് ഒരു പ്രമുഖ നടിയുമായി അവിഹിത ബന്ധമുണ്ടെന്നും അത് തനിക്ക് കടുത്ത മാനസിക വിഷമവും പൊതുമധ്യത്തിൽ അപമാനമുണ്ടാക്കിയെന്നും സംഗീത ഈ ഹർജിയിൽ ആരോപിച്ചതാണ്. ഹർജിയിൽ നടിയുടെ പേര് വ്യക്തമാക്കിയിരുന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളുമൊക്കെ അത് തൃശയാണെന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിച്ചത്. പക്ഷേ ഓഗസ്റ്റ് 7-ാം തീയതി ഈ കേസിൽ അപ്രതീക്ഷിതമായ ഒരു വൻ തിരിവുണ്ടായി. സംഗീത വീഡിയോ കോൺഫറൻസ് വഴി കോടതിയിൽ ഹാജരാവുകയും താൻ ഈ വിവാഹമോചന ഹർജി പൂർണ്ണ മനസ്സോടെ പിൻവലിക്കുകയുമെന്നുമാണ് അറിയിച്ചത്. വിജയുടെ അഭിഭാഷകർ ഇതിനെ എതിർക്കാതിരുന്നതിനെ തുടർന്ന് കോടതി ഈ കേസ് ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തൃശ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചൊരു ക്രിപ്റ്റിക് പോസ്റ്റ് വീണ്ടും ചർച്ചയാകുന്നുണ്ട്. ഈ പ്രായത്തിലുള്ള നാടകങ്ങൾ കാണാൻ വലിയ നാണക്കേടാണ്, പോയി കുറച്ച് പണമുണ്ടാക്കൂ, സമാധാനം കണ്ടെത്തൂ എന്നായിരുന്നു തൃശ കുറിച്ചത്. പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും സംഗീത ഹർജി പിൻവലിച്ചതിനെ പരിഹസിച്ചാണ് തൃശ ഇത് പോസ്റ്റ് ചെയ്തതെന്നാണ് സൈബർ ലോകത്തെ കണ്ടെത്തൽ. വിജയ് മുഖ്യമന്ത്രിയായതിനു ശേഷവും തൃശ വിജയുടെ വീട്ടിലെ സന്ദർശകനായിരുന്നു എന്നതും വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃശ മുഖ്യാതിഥിയായി പങ്കെടുത്തതും പ്രതിപക്ഷത്തിന് വിജയുടെ വ്യക്തിജീവിതം ആയുധമാക്കാൻ കൂടുതൽ എളുപ്പമാക്കി നൽകി. തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം സിനിമയും രാഷ്ട്രീയവും എക്കാലവും പരസ്പരം പിണഞ്ഞു കിടക്കുന്നവയാണ്. MGRും കരുണാനിധിയും ജയലളിതയും ഭരിച്ച മണ്ണിൽ സിനിമയിലെ ജനപ്രീതി തന്നെയാണ് വിജയുടെ രാഷ്ട്രീയ വിജയത്തിനും അടിത്തറയിട്ടത്. എന്നാൽ ഭരണമേറ്റെടുത്തതിനു ശേഷം കാവേരി വിഷയം പോലുള്ള ഗുരുതരമായ ജനകീയ വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകളോ പരിഹാരങ്ങളോ കാണാൻ വിജയ് സർക്കാരിന് കഴിയുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്.
ഈ പരാജയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കുവാനും വിജയുടെ ജനപ്രീതിക്ക് കോട്ടം വരുത്തുവാനുമാണ് പ്രതിപക്ഷം അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തെയും നടി തൃശയും നിരന്തരം രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കുന്നത്. ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റിന് ശേഷവും AIADMK നേതാക്കൾ ഇതേ പാത പിന്തുടരുന്നത് തമിഴകത്ത് വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് കാരണമാകും. നടി തൃശയെ മുൻനിർത്തിയുള്ള ഈ രാഷ്ട്രീയ പോര് എങ്ങോട്ട് അവസാനിക്കും എന്നാണ് ഇപ്പോൾ തമിഴ് ജനതയും ഉറ്റുനോക്കുന്നത്.